നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് ഇന്ന്, ഓണ്, അറ്റ് ഈ മൂന്ന് കാര്യങ്ങൾ എങ്ങനെയാണ് സ്ഥലത്തിന്റെ കൂടെ വരിക എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇന്ന്, ഓണ്, അറ്റ് ഈ മൂന്ന് കാര്യങ്ങൾ സമയത്തിന്റെ കൂടെ വരിക എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. പഠിക്കാത്തവർ നിർബന്ധമായിട്ടും ആ ക്ലാസ്സും കൂടി ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ക്ലാസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടുപഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ പഠിച്ചാൽ മാത്രമാണ് ഇന്ന്, ഓണ്, അറ്റ് ഈ കാര്യങ്ങൾ സ്ഥലത്തിന്റെ കൂടെ എവിടെയൊക്കെയാണ് വരിക എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. THINKLISH ACADEMY. Speak with us. ഇന്ന്, ഓണ്, അറ്റ് ഈ മൂന്ന് കാര്യങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ എന്ന് പറയുന്നത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുക സമയത്തിന്റെ കൂടെയും അതുപോലെ തന്നെ സ്ഥലത്തിന്റെ കൂടെയാണ് ഉപയോഗിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് സമയത്തിന്റെ കൂടെ ഉപയോഗിക്കുക എന്നുള്ളത്. ഇതിനെ വിളിക്കുന്നതെന്ന് പറയുന്നത് പ്രപ്പോസിഷൻസ് ഓഫ് ടൈം എന്നും അതുപോലെ തന്നെ പ്രപ്പോസിഷൻസ് ഓഫ് പ്ലേസ് എന്നുമാണ് വിളിക്കുക. പ്രപ്പോസിഷൻസ് ഓഫ് ടൈം ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് പ്രപ്പോസിഷൻസ് ഓഫ് പ്ലേസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്കിതിന്റെ അർത്ഥങ്ങളൊന്ന് നോക്കാം. ഇന്ന്, ഓണ്, അറ്റ് ഈ മൂന്ന് കാര്യങ്ങൾക്കും ഇൽ എന്നുള്ള ഒരു അർത്ഥമാണ് വരിക. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ കസേരയിൽ, വീട്ടിൽ, ക്ലാസ്സിൽ അവിടെ ഇൽ എന്ന് പറയുന്നില്ലേ, ഈ ഒരു അർത്ഥമാണ് വരിക. കൂടാതെ മറ്റൊരു അർത്ഥം കൂടി ഇതിന് വരുന്നുണ്ട്. ഇൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു കാര്യത്തിന്റെ ഉള്ളിൽ എന്നുള്ള ഒരു അർത്ഥം വരും. അതുപോലെ തന്നെ ഓൺ എന്ന് പറയുകയാണെങ്കിൽ ഒരു വസ്തുവിന്റെ മുകളിൽ എന്നുള്ള ഒരു അർത്ഥം കൂടിയും വരും. അതുപോലെ തന്നെ അറ്റ് എന്ന് പറയുകയാണെങ്കിൽ അടുത്ത് എന്നുള്ള ഒരു അർത്ഥവും കൂടിയും വരും. പക്ഷെ ഈ പറഞ്ഞ അർത്ഥങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഈ കാര്യങ്ങളൊക്കെ വരണമെന്നില്ല. ചിലപ്പം ഇൽ എന്നുള്ള ഒരു അർത്ഥമായിരിക്കും വരിക, ചിലപ്പോൾ എന്ന് പറയുന്നത് അടുത്ത് എന്നോണോ അല്ലെങ്കിൽ അതുപോലെ തന്നെ മുകളിൽ, അതുപോലെ തന്നെ ഉള്ളിൽ, അങ്ങനെയുള്ള അർത്ഥങ്ങളാണ് വരിക. ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ കൂടുതലായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമുക്കടുത്തത് ഇതിന്റെ ഉദാഹരണ സഹിതം നോക്കാം. നമ്മൾ ഉദാഹരണങ്ങൾ നോക്കുന്നത് ഓരോരോ കാര്യത്തിന്റെ കൂടെ എങ്ങനെയാണ് ഇന്ന്, ഓണ്, അറ്റ് വരിക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ആദ്യം നമുക്ക് ഇന്ന് എവിടെയൊക്കെയാണ് വരിക എന്നുള്ളത് നോക്കാം. ഇന്ന് പ്രധാനമായിട്ടും നമുക്ക് വലിയ ഒരു സ്ഥലത്തെ കുറിച്ചിട്ട് പറയുമ്പോൾ നമ്മൾ ഇന്നാണ് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് നമ്മൾ രാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ അതുപോലെ തന്നെ സിറ്റികളെ കുറിച്ച് പറയുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു പരിസര പ്രദേശങ്ങളെ കുറിച്ചിട്ട് പറയുമ്പോഴൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ഇന്നാണ് ഉപയോഗിക്കുക. അതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. അവർ ഇന്ത്യയിൽ താമസിക്കുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. ദേ ലിവ് ഇൻ ഇന്ത്യ. അവര് ഇന്ത്യയിലാണ് താമസിക്കുക. ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു സ്ഥലമാണ്, ഒരു രാജ്യമാണ് പറയുന്നത്. രാജ്യത്തിന്റെ കൂടെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്നാണ് ചേർക്കുക. അതുപോലെ തന്നെ അവൾ കാനഡയിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഷീ ഈസ് വർക്കിംഗ് ഇൻ കാനഡ. അവൾ കാനഡയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കാനഡയുടെ മുന്നേ ഇന്നാണ് ചേർക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ സംസ്ഥാനത്തെ കുറിച്ചിട്ട് പറയുകയാണെങ്കിലും നമ്മൾ ഇന്നാണ് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് അവള് കേരളത്തിലാണ് പഠിക്കുന്നത് എന്ന് പറയുമ്പോൾ ഷീ ഈസ് സ്റ്റഡിങ് ഇൻ കേരള. അവള് കേരളത്തിലാണ് പഠിക്കുന്നത്. കൂടാതെ ഒരു സിറ്റിയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്നാണ് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ഞാൻ കൊച്ചിയിലാണ് താമസിക്കുന്നത് എന്ന് പറയുമ്പോൾ ഐ ആം റിസൈഡിങ് ഇൻ കൊച്ചി. ഞാൻ കൊച്ചിയിലാണ് താമസിക്കുന്നത്. കൂടാതെ നെയ്ബർഹുഡിനെ കുറിച്ചിട്ട് പറയുമ്പോഴും നമ്മൾ ഇന്നാണ് ഉപയോഗിക്കുക. നെയ്ബർഹുഡ് എന്ന് പറയുമ്പോൾ ഒരു പരിസര പ്രദേശങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോഴും നമ്മൾ ഇന്നാണ് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് അവന് പാളയത്ത് ഒരു ഷോപ്പ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഹി ഹാസ് എ ഷോപ്പ് ഇൻ പാളയം. അവന് പാളയത്ത് ഒരു ഷോപ്പ് ഉണ്ട്. ഇതുപോലെ ഒരു രാജ്യത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സംസ്ഥാനം, സിറ്റി, അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്നാണ് ഉപയോഗിക്കുക. ഇക്കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്തത് നമുക്ക് ഇന്ന് ഉപയോഗിക്കാൻ പറ്റുന്നത് ക്ലോസ്ഡ് സ്പേസിൽ ഒരു കാര്യത്തെ കുറിച്ചിട്ട് പറയുമ്പോൾ നമുക്ക് ഇന്ന് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ബോക്സ് എന്ന് പറയുമ്പോൾ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് വരുന്നത്. അപ്പോൾ അതിലൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ പോക്കറ്റിലുണ്ട്, അതുപോലെ തന്നെ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ ഒരു കാര്യമുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്നാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. വിദ്യാർത്ഥികൾ ക്ലാസ്സിലാണ് എന്നെങ്ങനെ പറയാൻ പറ്റും? സ്റ്റുഡൻസ് ആർ ഇൻ ദ ക്ലാസ് റൂം. വിദ്യാർത്ഥികൾ ക്ലാസ്സിലാണ്. അതുപോലെ തന്നെ ക്ലാസ്സിനുള്ളിൽ ആണ് എന്നും വേണമെങ്കിലും പറയാം. കാരണം ഇന്നിന് ഉള്ളിൽ എന്നുള്ള അർത്ഥമുണ്ട്, അതുപോലെ തന്നെ ഇൽ എന്നുള്ള അർത്ഥമുണ്ട്. ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസിനെ കുറിച്ചിട്ട് പറയുമ്പോൾ നമുക്ക് ഉള്ളിൽ എന്നുള്ള ഒരു അർത്ഥവും കൂടി അതിന് വെക്കാൻ പറ്റുന്നതാണ്. അടുത്തൊരു ഉദാഹരണം നോക്കാം. അവൾ റൂമിലാണ് എന്നെങ്ങനെ പറയാൻ പറ്റും? ഷീ ഈസ് ഇൻ ദ റൂം. അവൾ റൂമിലാണ്. അത് ബോക്സിലാണ് എന്നെങ്ങനെ പറയാൻ പറ്റും? ഇറ്റ് ഈസ് ഇൻ ദ ബോക്സ്. അത് ബോക്സിലാണ്.
നിന്റെ മൊബൈൽ ഫോൺ എന്റെ പോക്കറ്റിലാണ് എന്നങ്ങനെ പറയാൻ പറ്റും. യുവർ ഫോൺ ഈസ് ഇൻ മൈ പോക്കറ്റ്. നിന്റെ ഫോൺ എന്റെ പോക്കറ്റിലാണ്. ഈ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസിൽ ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ പറയുമ്പോൾ നമ്മൾ ഇന്നാണ് വെക്കേണ്ടത്. ഇന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഉള്ളിൽ എന്നുള്ള അർത്ഥവും വെക്കാം, അതുപോലെ തന്നെ ഇൽ എന്നുള്ള അർത്ഥവും വെക്കാം. നിന്റെ ഫോൺ എന്റെ പോക്കറ്റിന് ഉള്ളിലാണ് എന്നും പറയാം, അതുപോലെ തന്നെ നിന്റെ ഫോൺ എന്റെ പോക്കറ്റിലാണ് എന്നും പറയാൻ പറ്റുന്നതാണ്. അടുത്ത ഉദാഹരണം, നിന്റെ ആൻസർ നിന്റെ നോട്ട്ബുക്കിൽ എഴുതൂ എന്നെങ്ങനെ പറയാൻ പറ്റും? നോട്ട്ബുക്ക് എന്ന് പറയുന്നത് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്നതാണ്. റൈറ്റ് യുവർ ആൻസർ ഇൻ യുവർ നോട്ട്ബുക്ക്. അടുത്ത ഉദാഹരണം നോക്കാം. ഞാനത് പത്രത്തിൽ വായിച്ചു എന്നെങ്ങനെ പറയാൻ പറ്റും? ഐ റെഡ് ഇറ്റ് ഇൻ ദ ന്യൂസ് പേപ്പർ. ഞാനത് പത്രത്തിൽ വായിച്ചു. പത്രം എന്ന് പറയുന്നത് ക്ലോസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്ന് പറയുന്നത് പത്രത്തിന്റെ കൂടെയൊക്കെ പറയുമ്പോൾ ഇന്നാണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ അത് എൻ്റെ കയ്യിലാണ് എന്നെങ്ങനെ പറയാൻ പറ്റും? ഇറ്റ് ഈസ് ഇൻ മൈ ഹാൻഡ്. കൈ എന്ന് പറയുന്നത് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളിപ്പോൾ നോക്കിയ ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസിന്റെ കാര്യം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് ഉള്ളിൽ എന്നുള്ള ഒരു അർത്ഥവും കൂടി അതിന് മാച്ച് ആകുന്ന കാര്യമാണെങ്കിൽ എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് ഉപയോഗിക്കാം. അടുത്തത് ഇന്ന് വാഹനങ്ങളുടെ കൂടെ എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ഇന്ന് നമുക്ക് എല്ലാ വാഹനങ്ങളുടെ കൂടെയും ഉപയോഗിക്കാൻ പറ്റൂല. പ്രധാനമായിട്ടും ക്ലോസ്ഡ് ആയിട്ടുള്ള ചെറിയ വാഹനങ്ങളുടെ കൂടെ മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുക. ചെറിയ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് അതിൽ നടക്കാൻ പറ്റാത്ത ഒരു വാഹനങ്ങൾ, അതിൻ്റെ ഉള്ളിൽ നമുക്ക് നടക്കാൻ പറ്റാത്ത വാഹനങ്ങളുടെ കൂടെയാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ഇൻ ദ കാർ എന്നാണ് പറയുക. അതുപോലെ തന്നെ ഇൻ ദ ടാക്സി, ഇൻ ദ ട്രക്ക്, ഇൻ ദ ഹെലികോപ്റ്റർ. ഈ കാര്യം ഇതിലൊക്കെ എന്ന് പറയുന്നത് നമുക്ക് നടക്കാൻ സാധിക്കില്ല. ഇവിടെ എന്ന് പറയുന്നത് ഇരിക്കാനാ പറ്റൂ. ഇങ്ങനെയുള്ള വാഹനങ്ങളുടെ കൂടെ എന്ന് പറയുന്നത് നമ്മൾ ഇന്നാണ് ഉപയോഗിക്കാം. ഈ രൂപത്തിലുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഞങ്ങൾ കാറിലാണ് എന്നെങ്ങനെ പറയാം? വി ആർ ഇൻ ദ കാർ. ഞങ്ങൾ കാറിലാണ്. ഞാൻ കാറിൽ വരികയാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഐ ആം കമ്മിങ് ഇൻ മൈ കാർ. ഞാൻ എൻ്റെ കാറിൽ വരികയാണ്. എൻ്റെ പേഴ്സ് കാറിലാണ് എന്നെങ്ങനെ പറയാൻ പറ്റും? മൈ വാലറ്റ് ഇൻ ദ കാർ. എൻ്റെ പേഴ്സ് കാറിലാണ്. അവർ ഹെലികോപ്റ്ററിലാണ് എന്നെങ്ങനെ പറയാൻ പറ്റും? ദേ ആർ ഇൻ ദ ഹെലികോപ്റ്റർ. ഇതുപോലെ വാഹനങ്ങളുടെ ഉള്ളിൽ ഇരിക്കാൻ മാത്രം സാധിക്കുന്ന, നടക്കാൻ സ്പേസ് ഇല്ലാത്ത വാഹനങ്ങളുടെ കൂടെയൊക്കെ എന്ന് പറയുന്നത് ഇന്നാണ് ചേർക്കുക. അടുത്തത് നമുക്ക് ഓണ് എവിടെയൊക്കെയാണ് ചേർക്കുക എന്നുള്ളത് നോക്കാം. ആദ്യം പറയുന്നത് വാഹനങ്ങളുടെ കൂടെ ഓണ് ഏതൊക്കെ വാഹനങ്ങളുടെ കൂടെയാണ് വരിക എന്നുള്ളത് ഫസ്റ്റ് നോക്കാം. നമ്മൾ നേരത്തെ ഇന്ന് നടക്കാൻ സാധിക്കാത്ത ചെറിയ വാഹനങ്ങളുടെ ഉള്ളിൽ ഇരിക്കാൻ മാത്രം സ്പേസ് ഉള്ള വാഹനങ്ങളുടെ കൂടെയാണ് ഇന്ന് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. പക്ഷേ അതിൽ നമ്മൾ ഓൺ ഉപയോഗിക്കുക നടക്കാൻ സാധിക്കുന്ന വലിയ വാഹനങ്ങളുടെ കൂടെ ആയിരിക്കും ഓണ് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ഓൺ ദ മെട്രോ, ഓൺ ദ ഫ്ലൈറ്റ്, ഓൺ ദ ട്രെയിൻ, ഓൺ ദ ബസ്, ഇങ്ങനെയൊക്കെയാണ് പറയുക. കാരണം ഈ വാഹനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വാഹനങ്ങളാണ്. ആ വാഹനത്തിൽ നമുക്ക് ഉള്ളിൽ നടക്കാനുള്ള സ്പേസ് ഉണ്ട്. ഈ കാര്യത്തിന്റെ കൂടെയൊക്കെ എന്ന് പറയുന്നത് ഓൺ ആണ് ചേർക്കുക. കൂടാതെ ക്ലോസ്ഡ് അല്ലാത്ത ചെറിയ വാഹനമാണെങ്കിൽ നമ്മൾ ഓൺ ആണ് ചേർക്കുക. ക്ലോസ്ഡ് അല്ലാത്ത ചെറിയ വാഹനം, ഉദാഹരണത്തിന് ബൈക്ക്, അതുപോലെ തന്നെ ബൈസിക്കിൾ എന്നൊക്കെ പറയുമ്പോൾ ഓൺ ദ ബൈക്ക്, ഓൺ ദ ബൈസിക്കിൾ എന്നാണ് പറയുക. ഇതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ രൂപത്തിലുള്ള ചെറിയ ഉദാഹരണം നോക്കാം. അവൾ ബസ്സിൽ കയറി എന്ന് പറയുമ്പോൾ ഷീ ഗോട്ട് ഓൺ ദ ബസ്. അവൾ ബസ്സിൽ കയറി. ഞാൻ മെട്രോയിലാണ് എന്ന് പറയുമ്പോൾ ഐ ആം ഓൺ ദ മെട്രോ. ഞാൻ മെട്രോയിലാണ്. അവൾ ട്രെയിനിൽ വരികയാണ് എന്ന് പറയുമ്പോൾ ഷീ ഈസ് കമ്മിങ് ഓൺ ദ ട്രെയിൻ. അവൾ ട്രെയിനിൽ വരികയാണ്. അടുത്തത് നമുക്ക് ഓൺ ഉപയോഗിക്കാൻ പറ്റുന്നത് കമ്മ്യൂണിക്കേഷന്റെ കൂടെ എന്ന് പറയുന്നത് ഓൺ ആണ് ഉപയോഗിക്കുക. വാർത്താവിനിമയത്തിന്റെ കൂടെ ഓൺ ആണ് ഉപയോഗിക്കുക. അപ്ലിക്കേഷൻസ് പറയുമ്പോൾ ഓൺ ആണ് ഉപയോഗിക്കുക. മൊബൈൽ അപ്ലിക്കേഷൻസിനെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ ഓൺ ആണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയനെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ എന്ന് പറയുന്നത് ഓൺ ആണ് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ഓൺ ദ റേഡിയോ, ഓൺ ദ TV, ഓൺ ദ ഫോൺ, ഓൺ ദ ഇന്റർനെറ്റ്, ഓൺ ദ ഫേസ്ബുക്ക്, ഓൺ ദ ഇൻസ്റ്റഗ്രാം എന്നൊക്കെയാണ് പറയുക. ഇതുപോലെ വാർത്താവിനിമയങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ ഓൺ ആണ് ഉപയോഗിക്കുക. ഈ രൂപത്തിലുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഫേസ്ബുക്കിൽ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ് എന്നെങ്ങനെ പറയാൻ പറ്റും? ദർ ആർ മെനി വീഡിയോസ് അവൈലബിൾ ഓൺ ദ ഫേസ്ബുക്ക്. അടുത്തൊരു ഉദാഹരണം നോക്കാം. ഇന്റർനെറ്റിൽ എല്ലാ ഇൻഫോർമേഷൻസും നമുക്ക് ലഭിക്കുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? വി ഗെറ്റ് ഓൾ ദ ഇൻഫോർമേഷൻ ഓൺ ദ ഇന്റർനെറ്റ്. അടുത്തത് നമുക്ക് ഓൺ ഉപയോഗിക്കാൻ സാധിക്കുന്നത് സർഫസിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഓൺ ആണ് ഉപയോഗിക്കുക. സർഫസ് എന്ന് പറയുന്നത് നിരപ്പായിട്ടുള്ള പ്രതലത്തിലെ ഒരു കാര്യമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ന് പറയുന്നത് ഓൺ ആണ് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഓൺ ദ ഫ്ലോർ എന്നാണ് പറയുക. അതുപോലെ തന്നെ ഓൺ ദ വാൾ, വാളിൽ അല്ലെങ്കിൽ വാളിന്റെ മുകളിൽ എന്നുള്ള അർത്ഥവുമാണെങ്കിൽ വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഓൺ ദ ടേബിൾ, ടേബിളിന്റെ മുകളിൽ അല്ലെങ്കിൽ ടേബിളിൽ എന്നുള്ള അർത്ഥം വരും. അതുപോലെ തന്നെ ഓൺ ദ ചെയർ, ചെയറിന്റെ ഉള്ളിലല്ല നമ്മൾ ഇരിക്കുക, ചെയറിന്റെ പുറത്താണ് ഇരിക്കുക. അപ്പോൾ ഓൺ ദ ചെയർ എന്നാണ് പറയുക. ഓൺ ദ പേപ്പർ,
ബുക്ക് എന്നൊക്കെ പറയുമ്പോൾ ഇന്നാണ് ഉപയോഗിക്കുക. പക്ഷെ പേപ്പർ ആകുമ്പോൾ, ഒരു പീസ് ഓഫ് പേപ്പർ ആകുമ്പോൾ ഓൺ ആണ് ഉപയോഗിക്കുക. ഈ രൂപത്തിലുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. അവൾ കസേരയിൽ ഇരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ഷീ സാറ്റ് ഓൺ ദ ചെയർ. അവൾ കസേരയിൽ ഇരുന്നു. അവൻ ഫോണ് ടേബിളിൽ വെച്ചു എന്നെങ്ങനെ പറയാം? ഹി പുട്ട് ദ ഫോൺ ഓൺ ദ ടേബിൾ. അവൻ ഫോണ് ടേബിളിൽ വെച്ചു എന്നും പറയാം. അതുപോലെ തന്നെ ഓണിന് എന്ന് പറയുന്ന മുകളിൽ എന്നുള്ള അർത്ഥവും വരുന്നുണ്ട്. അവൻ ഫോണ് ടേബിളിന്റെ മുകളിൽ വെച്ചു എന്നും പറയാവുന്നതാണ്. അടുത്ത ഉദാഹരണം, നമുക്ക് ഈ ഒരു പിക്ചർ ചുമരിൽ തൂക്കാം എന്നെങ്ങനെ പറയാൻ പറ്റും? ലെറ്റ്സ് ഹാങ് ദിസ് പിക്ചർ ഓൺ ദ വാൾ. നമുക്ക് ഈ പിക്ചർ വാളിൽ തൂക്കാം. നിന്റെ ഉത്തരം പേപ്പറിൽ എഴുതൂ എന്നെങ്ങനെ പറയാൻ പറ്റും? റൈറ്റ് യുവർ ആൻസർ ഓൺ ദ പേപ്പർ. നിന്റെ ഉത്തരം പേപ്പറിൽ എഴുതൂ. പേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു പീസ് ഓഫ് പേപ്പർ ആണ് ഉദ്ദേശിക്കുന്നത്. നോട്ടാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നാണ് ഉപയോഗിക്കാം. അടുത്ത ഉദാഹരണം നോക്കാം. അവൾ സെക്കൻഡ് ഫ്ലോറിലാണ് എന്നെങ്ങനെ പറയാൻ പറ്റും? അവൾ സെക്കൻഡ് ഫ്ലോറിലാണ്. ഷീ ഈസ് ഓൺ ദ സെക്കൻഡ് ഫ്ലോർ. അവൾ സെക്കൻഡ് ഫ്ലോറിലാണ്. ഒരു ബിൽഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് ഉപയോഗിക്കാം, കാരണം അതിനുള്ളിലുള്ളതാണ്. പക്ഷെ അതിനുള്ളിലുള്ള ഫ്ലോറുകളെ കുറിച്ചിട്ട് പറയുമ്പോൾ ഓൺ ആണ് ഉപയോഗിക്കുക. അടുത്തത് നമുക്ക് അറ്റ് എവിടെയൊക്കെയാണ് ചേർക്കുക എന്നുള്ളത് നോക്കാം. അറ്റ് ഉപയോഗിക്കുക സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്ഥലത്തെ കുറിച്ചിട്ട് പറയുമ്പോഴാണ് അറ്റ് ഉപയോഗിക്കുക. കൃത്യമായിട്ടുള്ള ഒരു സ്ഥലത്തെ കുറിച്ചിട്ട് പറയുമ്പോൾ നമ്മൾ അറ്റാണ് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് അറ്റ് ദ ബസ് സ്റ്റോപ്പ് എന്നാണ് പറയുക, കാരണം കൃത്യമായിട്ടുള്ള സ്ഥലമാണ് പറയുന്നത്. വലിയ സ്ഥലങ്ങളിലെ ചെറിയൊരു ഷോർട്ടായിട്ടുള്ള കൃത്യമായിട്ടുള്ള സ്ഥലത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ തന്നെ അറ്റ് ദ ബാങ്ക്, അറ്റ് ദ സ്കൂൾ എന്നൊക്കെയാണ് ചേർക്കുക. കാരണം ഇതൊക്കെ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല വരിക, കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളെ കുറിച്ചിട്ട് ഏതൊക്കെയാണോ നിങ്ങൾ പറയുന്നത് അപ്പോൾ എന്ന് പറയുന്നത് അതിന്റെ കൂടെയൊക്കെ എന്ന് പറയുന്നത് അറ്റാണ് ഉപയോഗിക്കേണ്ടത്. ഇതിന്റെ ചെറിയൊരു ഉദാഹരണം നോക്കാം. ഞങ്ങളിപ്പോ ബാങ്കിലാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ വി ആർ അറ്റ് ദ ബാങ്ക് റൈറ്റ് നൗ. ഞങ്ങളിപ്പോ ബാങ്കിലാണ് ഉള്ളത്. അവൾ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ ഷീ ഈസ് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ. അവൾ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. ഇന്നലെ ഞാൻ അവളെ കോഫി ഷോപ്പിൽ കണ്ടുമുട്ടി എന്ന് പറയുമ്പോൾ യെസ്റ്റർഡേ ഐ മെറ്റ് ഹർ അറ്റ് ദ കോഫി ഷോപ്പ്. കൂടാതെ നമുക്ക് അറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നത് കൃത്യമായിട്ടുള്ള ഒരു പോയിന്റിനെ കുറിച്ചിട്ട് പറയുമ്പോഴും നമ്മൾ അറ്റാണ് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് അറ്റ് ദ ടോപ്പ് എന്നാണ് പറയുക. അതുപോലെ തന്നെ അറ്റ് ദ ബോട്ടം, ബോട്ടം എന്ന് പറഞ്ഞാൽ താഴെ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അറ്റ് ദ എൻഡ്, അവസാനത്തിൽ. ഈ കാര്യത്തിന്റെ കൂടെയൊക്കെ എന്ന് പറയുന്നത് ഇതൊക്കെ കൃത്യമായിട്ടുള്ള പോയിന്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ കാര്യത്തിന്റെ കൂടെയൊക്കെ എന്ന് പറയുന്നത് അറ്റാണ് ഉപയോഗിക്കാം. ഇതിന്റെ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ നിന്റെ പേര് പേജിന്റെ അവസാനത്തിൽ എഴുതൂ എന്ന് പറയുമ്പോൾ റൈറ്റ് യുവർ നെയിം അറ്റ് ദ എൻഡ് ഓഫ് ദ പേജ്. അടുത്തത് നമുക്ക് നിങ്ങൾക്ക് ഇപ്പം പഠിപ്പിച്ച കാര്യത്തിൽ ചെറിയ സംശയം വരാനുള്ള ഒരു കാര്യം കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. ഉദാഹരണത്തിന് നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ട് നിങ്ങൾ എവിടെയാണെന്ന് പറയുമ്പോൾ ഞാൻ ബാങ്കിലാണ് എന്ന് പറയുമ്പോൾ ഇൻ ദ ബാങ്ക് എന്ന് പറയണോ നമ്മൾ അറ്റ് ദ ബാങ്ക് എന്ന് പറയണോ? നമുക്ക് രണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ആദ്യം പറഞ്ഞു ഇന്ന് ഉപയോഗിക്കുക, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്നാണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളെ കുറിച്ചിട്ട് പറയുമ്പോൾ അറ്റാണ് ഉപയോഗിക്കുക എന്നുള്ളത്. പക്ഷെ ഇതിൽ രണ്ടിലുള്ള ഒരു വ്യത്യാസം വരുന്നത്, നമ്മൾ അറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അറ്റിന്റെ അർത്ഥം വരിക എന്ന് പറയുന്ന അടുത്ത് എന്നുള്ള അർത്ഥവും കൂടി ഇതിന് വരും എന്നുള്ളത്. അപ്പോൾ നമ്മൾ ബാങ്കിന്റെ അടുത്താണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് അറ്റ് എന്നുള്ള ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പക്ഷേങ്കിൽ ബാങ്കിന്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേങ്കിൽ ഈ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിന്റെ ചെറിയൊരു വ്യത്യാസമാണ്. പക്ഷേങ്കിൽ നമുക്ക് രണ്ടും എന്ന് പറയുന്നത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്കൊരു ഉദാഹരണം കൂടി നോക്കുകയാണെങ്കിൽ കുട്ടികൾ സ്കൂളിലാണ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസ് ആർ ഇൻ ദ സ്കൂൾ എന്നും പറയാം. അതുപോലെ തന്നെ സ്റ്റുഡൻസ് ആർ അറ്റ് ദ സ്കൂൾ എന്ന് പറയാം. കുട്ടികൾ സ്കൂളിന്റെ ഉള്ളിലാണ് ഉള്ളതെങ്കിൽ ഇന്ന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ കുട്ടികൾ സ്കൂളിന്റെ അടുത്താണ് ഉള്ളതെങ്കിൽ എന്ന് പറയുന്ന അറ്റ് ഉപയോഗിക്കാം. പക്ഷേങ്കിൽ ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, കാരണം ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി ഉപയോഗിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. നിങ്ങൾ ഈ ക്ലാസ്സിലൂടെ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് സംസാരത്തിൽ ഉപയോഗിക്കുക. അങ്ങനെ സംസാരത്തിൽ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അഥവാ നിങ്ങൾക്ക് സംസാരിച്ച് പരിശീലിക്കാനുള്ളൊരു അവസരങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. കോഴ്സിന്റെ പ്രത്യേകത വരുന്നത് നിങ്ങളെ ദിവസവും ഇംഗ്ലീഷ് സംസാരിപ്പിച്ച് പരിശീലിപ്പിക്കുകയാണ് നമ്മൾ കോഴ്സിലൂടെ ചെയ്യുന്നത്. നിങ്ങളും ഒരു ടീച്ചറും മാത്രമേ ക്ലാസ്സിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു മടിയോ പേടിയോ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് സംസാരിച്ച് പരിശീലിക്കാൻ സാധിക്കുന്നതാണ്. കോഴ്സിനെ കുറിച്ചിട്ട് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ നിങ്ങളുടെ ബന്ധപ്പെട്ടവരിലേക്ക് ഈ ഒരു വീഡിയോസ് എത്തിച്ചു കൊടുക്കുക. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഒരു ഷോർട്ട് ബ്രേക്ക്.